ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഈ 30-ാം തീയതി റിലീസാകാനായിട്ട് പോകുന്ന ബേസിൽ ജോസഫ് ചിത്രമായിട്ടുള്ള പൊന്മാന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ട്രെയിലർ കണ്ടു നോക്കാം. അവന്റെ പെങ്ങളുടെ കല്യാണം 25 പാവം കൊടുക്കാൻ നേരിട്ടിരിക്കുക. അവൻ ബാക്കി പിന്നെ നമ്മൾ ഒപ്പിക്കണോ? കല്യാണം എവിടാ പ്രശ്നമില്ലാത്തത്? എത്രത്തോളം ഇതുപോലല്ലടാ അവൻ പറഞ്ഞ പോലെ ചെയ്യുന്നതാണ്. ബേസിൽ ജോസഫ് ഇൻ അസ്. ഞാൻ കള്ളിന്റെ പുറത്ത് എന്റെ കുത്തിനെ പിടിച്ചു, നീ പച്ചക്ക് അത് പൊളിച്ച് കഴിഞ്ഞില്ലേ? പൊന്മാൻ ഇതേ വധശ്രമമാവും, മനസ്സിലായോ? നീ നിന്റെ കുടുംബത്തിന്റെ അവസ്ഥ ആലോചിക്കണം. നിന്റെ പെങ്ങടെ കെട്ടുവരുവാന്ന് ഓർത്തോണം. പിന്നെ നിങ്ങൾ എന്നെ നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്താണ്. എൻജോയ്മെന്റ് എനിക്കൊരു തരില്ലാണ്. അവൻ കൊണ്ടുപോയി വല്ല കാര്യത്തിലും തട്ടിയല്ലേ അജേഷ് എന്ന് പറഞ്ഞിട്ട് കാര്യം. വാശി ഉണ്ടെങ്കിൽ ചെന്ന് വാങ്ങിച്ചിട്ട് വരാനല്ലേ പറഞ്ഞു. സജിൻ ഗോപു. എന്റെ ചോറിലാടാ നീ നിന്റെ പെങ്ങളും കൂടെ മണ്ണ് വാരിയിട്ടും. ആ മണ്ണുള്ള ചോറ് തിന്നിട്ടാണ് ഞാൻ എന്റെ പൊന്നു വാങ്ങി. റിവെഞ്ച് എടുക്കുന്നതാണെന്ന് തോന്നുന്നു. അവര് ബന്ധുക്കളോ അല്ലെങ്കിൽ എന്റെ അളിയനോ എന്തോ അളിയന സജിൻ എന്തോ ഒരു കഥയാണെന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും ഒരു റിവെഞ്ചാണ്. ഗോൾഡ് എന്തോ ഉള്ള നമ്മുടെ കയ്യിൽ ഒരു 10 കോടി രൂപ നമ്മളിവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഇവിടെ വന്നിരിക്കേണ്ട കാര്യമുണ്ടോ? അതില്ല. 100 രൂപയ്ക്ക് ചാള കിട്ടും. നെമ്മീൻ കിട്ടൂടെ? കിട്ടൂല. തെണ്ടാൻ പോകുന്ന ഇതിലും ഭേദം. ആരുടേത്? ഇൻ 13th January 2025. ട്രെയിലർ കണ്ടിട്ട് ഒരു റിവെഞ്ചിന്റെ കഥയാണ് എന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും ബേസിൽ ജോസഫിന്റെ ചിത്രങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. 2024 എന്ന് പറയുന്നത് ബേസിൽ ജോസഫിനെ സംബന്ധിച്ചിടത്തോളം ഹിറ്റുകളുടെ ഒരു കാലഘട്ടം തന്നെയായിരുന്നു. കാര്യം ഗുരുവായൂർ അമ്പലനടയിൽ, അതുപോലെ തന്നെ സൂക്ഷ്മദർശിനി, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന പ്രാവൻകൂട്, ഷാഫ്, ഈ പറഞ്ഞ സിനിമകളെല്ലാം നല്ല അത്യാവശ്യം ഹിറ്റായിട്ട് ഓടിയ സിനിമകളാണ്. അപ്പോൾ പൊന്മാനും ആ ഒരു ഗണത്തിലേക്ക് എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ബേസിൽ ജോസഫിന്റെ ചിത്രങ്ങളുടെ പ്രത്യേകത ഫാമിലിക്കും അതുപോലെ കുട്ടികൾക്കൊക്കെ നല്ല രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റുന്ന സിനിമയാണ്. ഇതിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കുന്നതിന് വകയുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ബേസിൽ ജോസഫിന് പുറമെ ഇതിൽ അണിനിരന്നിരിക്കുന്നത് ലിജിമോൾ ജോസ്, അതുപോലെ തന്നെ സജിൻ ഗോപു. ഈ സിനിമയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ജ്യോതിഷ് ശങ്കറാണ്. അപ്പൊ എന്തായിരുന്നാലും നമുക്ക് 30 ജാനുവരി 2025 2 ദിവസമേ ഉള്ളൂ. പടം റിലീസ് ആവുന്നുണ്ട്. കണ്ടതിന് ശേഷം കൂടുതൽ വിശേഷങ്ങളുമായി എത്താം. ഓക്കെ, ബൈ, താങ്ക് യു.